വസുല്ലു ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ സുഖനിദ്രയിലാവുമ്പോൾ നീ എണീറ്റ് നിസ്കരിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് നിസ്കരിക്കണ ഫീലിംഗ് അല്ല, അത് കുറച്ച് കഷ്ടപ്പാടുണ്ട്. 4:35 ആയിട്ടുള്ളൂ, ബാങ്ക് കൊടുക്കാനായിട്ടില്ലല്ലോ. മനസ്സ് പറയും ശരീരം നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയും. നല്ല തണുപ്പുണ്ടെന്ന് കാലാവസ്ഥ പറയും. ചുറ്റുപാട് പലപ്പോഴും നിന്നെ സുഖിപ്പിക്കും. അന്നേരം നീ ഒരു 6 സ്റ്റെപ്പ് നടന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക്, ആ ബാത്റൂമിലിട്ട് ചെരുപ്പ് ചവിട്ടുമ്പോൾ അതിൻ്റെ തണുപ്പ് നിൻ്റെ കാലിന് തട്ടിയിട്ട് ഉറക്കിൻ്റെ പകുതി പോകും. ഒന്നൊടുക്കാൻ നിൻ്റെ കയ്യിലേക്ക് വെള്ളത്തിലോടുകൂടി ആ ഉറക്ക് പൂർണ്ണമായി പോകും. ഈ 6 സ്റ്റെപ്പ് നടക്കുമോ അല്ല സിറാത്ത് പാലത്തിൽ ആയിരക്കണക്കിന് കൊല്ലം സഞ്ചരിക്കുമോ? ഏതാണ് വേണ്ടത്? ആ സിറാത്ത് പാലത്തിലെ നടത്തം നിനക്ക് ഒഴിവാവണോ അല്ല ഈ 6 സ്റ്റെപ്പ് നടക്കും? എന്താ ചെയ്യുന്നത്? ബുദ്ധി ഉണ്ടെങ്കിൽ പറയും ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചോളാം. ഇനി അറ്റാച്ച്ഡ് ബാത്റൂം അല്ലെങ്കിൽ ഒരു 12 സ്റ്റെപ്പ് സെൻട്രലിലുണ്ടാവും ബാത്റൂം. കൊടുക്കാനേ ഒന്നും ബെഡിൽ നിന്ന് എണീറ്റിട്ട് ബാത്റൂമിലേക്കുള്ള ദൂരമാണ് നമ്മുടെ ജീവിതത്തിന്റെ അളവുകോൽ. നടക്കോ ഇല്ലയോ? എത്ര കാല ചെറുപ്പക്കാരികളെ ഈ തഹജ്ജുദൊക്കെ വയസ്സന്മാർക്ക് വിട്ടുകൊടുക്കൽ? എത്ര കാലം ഇത്? കുറയാല്ല അവർ മാത്രം. ഈ തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുത്ത അതിന്റെ യുവത്വകാലത്താ. പശു ഏറ്റവും കൂടുതൽ പാല് തരുത്ത അതിന്റെ യുവത്വകാലത്താ. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പള്ളിയിൽ സുബഹിക്കുള്ളത് വയസ്സന്മാരുമാണ്.